അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ റെവല്യൂഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ? റെവല്യൂഷൻസ്. ഹലോ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ. കാണാം സർ. ഓക്കെ. അനുവേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പോ നമ്മള് റെവല്യൂഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ നമ്മൾ ഇന്നലെ തീർത്തായിരുന്നു അല്ലെ? നമുക്ക് ഇതൊന്ന് എളുപ്പം കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഓക്കെ, അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനവികത അഥവാ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മാനവികത, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ശരി, അപ്പോ ആദ്യമേ തന്നെ ഒരു ഫേമസ് ഒരു ചിന്തകൻ, ഒരു ശാസ്ത്ര ചിന്തകൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഈ തുടങ്ങിയേക്കുന്നത്. അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. ഈ അറിവിന്റെ നിരാസത്തിന്റെ അർത്ഥം എന്താണ്? നിരാസം, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അറിയാവോ നിരാസം? ഇല്ല സർ, അറിയില്ല. നിരാസം നിരസിക്കുക എന്നുള്ളത് തന്നെ കേട്ടോ. അറിവിനെ നിരസിക്കുന്നതെന്ന. അപ്പൊ നന്മയെ നിരസിക്കുക തന്നെയാണ് അറിവിനെ നിരസിക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിന്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. 13ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റോജർ ബേക്കൺ എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ വാക്കുകളാണ് കേട്ടോ. റോജർ ബേക്കൺ. അപ്പോ യുക്തിചിന്തയുടെയും അറിവിന്റെയും സ്നേഹത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അതായത് 13ാം നൂറ്റാണ്ടാണ് കേട്ടോ. 13ാം നൂറ്റാണ്ടില് ഒക്കെ അറിയാലോ അവിടെ ആരാണ് ഭരിക്കുന്നത്? രാജവാഴ്ചയാ. അപ്പൊ ഈ എല്ലാവർക്കും അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ? ഹലോ, അതെ. അനീപ, എന്തോ പറ്റിയ റെസ്പോൺസ് ഇല്ലാത്ത ഇന്ന്? നെറ്റ് പോകുന്നുണ്ടോ? ശരിയാ കേട്ടോ, നല്ല ഇതുണ്ട്. സിഗ്നൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയായിരുന്നല്ലോ അവിടെ. അപ്പൊ അതിനെ ഈ റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകര് ചോദ്യം ചെയ്തു. അതിന്റെ ഫലം എന്താണ്? അവർക്ക് ക്രൂരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ എന്തോ പറഞ്ഞു? യുക്തിചിന്തയുടെ കാര്യമാണ്. അപ്പൊ എന്തുവാ യുക്തിചിന്ത? നിങ്ങളൊന്ന് പറയാവോ? യുക്തിചിന്ത എന്തുവാണ്? അക്സ, പറയാവോ യുക്തിചിന്ത എന്താണെന്ന്? അൽഫി, ഞാൻ പറയാന്ന. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് ശരിയായ നിഗമനങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന ഒരു ചിന്താരീതിയാണ് കേട്ടോ. അറിയാലോ യുക്തിചിന്ത. അപ്പോ വ്യക്തിപരമായ വിശ്വാസങ്ങള് അല്ലെങ്കിൽ വികാരങ്ങൾക്കോ ഒന്നും ഇതില് കാര്യമില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. മറിച്ച് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? യുക്തിചിന്ത എന്ന് പറയുമ്പോൾ തെളിവുകള്, നമ്മൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, തെളിവുകളും പിന്നെ ആ യുക്തി എന്ന് പറയുന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ എന്തുവാ
വ്യക്തിപരമായ വിശ്വാസങ്ങളെക്കാളും വികാരങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് തെളിവിനാണ്, തെളിവിനും യുക്തിക്കുമാണ്. അപ്പോ അന്ന് ഈ മതപരമായിട്ടൊക്കെ ആയിരുന്നു ഇവര് കുറെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നത് അല്ലെ. അപ്പോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയൊക്കെ ഉള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു നമ്മുടെ ഈ ചിന്തകന്മാര് പലരും ഉന്നയിച്ചത്. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഇവര്, ഈ ചിന്തകന്മാര് അല്ലെ. നമ്മള് റെയിൻസേഴ്സ് പഠിച്ചായിരുന്നല്ലോ, ഓരോ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന്റെ കാര്യം ഓർമ്മയില്ലേ? ഇൻഡസ്ട്രിയലൈസേഷനും നഗരങ്ങളൊക്കെ പുതിയത് വരാൻ തുടങ്ങിയതും പുതിയ വർഗം ഡെവലപ്പായി വന്നതും ഒക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ശാസ്ത്രത്തിന്റെ വളർച്ചയും കൂടെ കൊണ്ടാ അല്ലെ. പുതിയ മെഷീനുകൾ വന്നു, അത് കാരണം പുതിയ ജോലികൾ വന്നു അല്ലേ അനുപേ? ഇപ്പൊ കേക്കാവോ? ഓക്കെ ഓക്കെ. എന്തേലും ഇടയ്ക്കൊന്ന് മൂളണേ, ഇല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. എനിക്ക് എന്റെ നെറ്റിലും കുഴപ്പമുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പം എഴുതി കാണിക്കുന്നു. ശരി ശരി ശരി. അപ്പോ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ച് നിഗമനങ്ങളിൽ എത്തുകയാണ് ഈ യുക്തിചിന്ത എന്ന് പറയുന്നത്. അപ്പൊ പുതിയ അറിവ് സ്വീകരിക്കുവാനും തെറ്റ് തിരുത്താനും തയ്യാറാവുക എന്നാണ് ഈ യുക്തിചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. പുതിയ അറിവ് സ്വീകരിക്കുകയും തെറ്റുകൾ തിരുത്താനും തയ്യാറാണ്. അതായത് പഴയ കാലത്ത് പോലെ ഈ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന തെറ്റുകൾ കാണും അല്ലേ, അതൊക്കെ തിരുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ യുക്തിചിന്തയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുക. പ്രാചീന യൂറോപ്പിലെ ഗ്രെക്കോ റോമൻ സംസ്കാരം കേട്ടോ, അതായത് ഗ്രീസ് ഇല്ലേ, നമ്മുടെ ഗ്രീസും റോമും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? പഴയ സംസ്കാരങ്ങളാണ് കേട്ടോ, പഴയ സംസ്കാരങ്ങളാണ് ഈ റോമും ഗ്രീക്കും ഒക്കെ. അപ്പോ ഇതിന്റെ സ്ഥാനം കണ്ടോ എവിടായിട്ടാണെന്ന്? നമ്മുടെ ഗ്രീസും റോമും ഒക്കെ എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. നമ്മുടെ മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലായിട്ട്, അതായത് മറ്റു രണ്ട് ചെറിയ കടലുണ്ട്, ലൈഗൂറിയൻ കടലും ടൈറേനിയൻ കടലും. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത്, റോം ഉള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്റെ നെറ്റ് വിഷയമായിരിക്കും, അതാ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു അവിടെ അല്ലേ. ഹലോ, അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാനങ്ങ് പറയാം. അപ്പൊ പ്രാചീന സംസ്കാരങ്ങളാണ് കേട്ടോ ഈ ഗ്രീക്കും റോമും. അപ്പൊ ഈ രണ്ട് സംസ്കാരവും ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത്, ക്ലാസിക്കൽ കൾച്ചേഴ്സ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെ? നമ്മുടെ ഗ്രീക്കും റോമും കേട്ടോ, ഗ്രീക്കും റോമും. അപ്പൊ BCE 12-ാം നൂറ്റാണ്ട് കേട്ടോ, BCE 12-ാം നൂറ്റാണ്ട് മുതൽ BCE 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഏത്, നമ്മുടെ ഗ്രീസിന്റെ കേട്ടോ, ഗ്രീസിന്റെ. അപ്പോ റോമന്റെയോ BCE 7-ാം നൂറ്റാണ്ട് മുതല് BC 5-ാം നൂറ്റാണ്ട് വരെയായിരുന്നു. അപ്പൊ ഈ BCE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതെ, ബിഫോർ ദ കോമൺ എറയാണ് കേട്ടോ, ബിഫോർ ദ കോമൺ എറ, അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്, വെറും BC എന്ന് നമ്മൾ പറയുമല്ലോ. ഓക്കെ, അത് ലാറ്റിനിലെ ഒരു രീതിയാണ്, ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ, അതാണ് BCE എന്ന് പറയുന്നത്. അപ്പൊ CE എന്ന് പറയുമ്പോൾ എന്താണ്, കോമൺ എറ, ഇൻ ദ ഇയർ ഓഫ് ലോഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സെക്യുലർ ഇക്വലന്റ് ഓഫ് AD, അതായത് അന്നോ ഡൊമിനൈ AD എന്ന് പറയത്തില്ലേ. ഓക്കെ, അത് തന്നെയാണ് കേട്ടോ. CE എന്ന് പറയുന്നതാണ്, എന്തോ പറഞ്ഞോളൂ. അതെ.
അതെ, അതാണ് കോമൺ എറയും അതിന് മുന്നേ ഉള്ള ഇതും, ബിഫോർ കോമൺ എറയും. ശരി. അപ്പൊ ഈ ഒരു സമയത്ത് കേട്ടോ 14-ാം നൂറ്റാണ്ടോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി നമ്മുടെ ഈ യൂറോപ്പില്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ആദ്യമേ എവിടൊക്കെയാണ് ഈ മാറ്റങ്ങൾ പ്രതിഫലിച്ചത്? വ്യാപാര രംഗത്ത് കാണും. അതെ, വ്യാപാര രംഗത്തുണ്ട്, കച്ചവടത്തിലുണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ ഇവരെ അങ്ങോട്ട് എല്ലായിടത്തോട്ടും കോളനി ആയിട്ട് സ്പ്രെഡ് ആവാനൊക്കെ തുടങ്ങി വരുമല്ലേ. അപ്പൊ ഒന്ന് നോക്കി, മാനവികത കേട്ടോ, ഒന്നാമതേ നമ്മുടെ ചാപ്റ്റർ തന്നെ മാനവികത, ഹ്യൂമനിസം. പിന്നെന്താണ്? മതേതര മൂല്യങ്ങളുടെ വ്യാപനം. മതം മാത്രമായിരുന്നല്ലോ അന്ന്. പക്ഷെ മതം മാത്രമല്ല, മറ്റു മൂല്യങ്ങള്, ഈ നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ആ മനുഷ്യത്വത്തിന്റെ ബേസ് വെച്ചല്ലേ നമ്മള് മറ്റേ ഈ റവല്യൂഷൻ ഒക്കെ പഠിച്ചത്, ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ. എന്തുകൊണ്ടാണ് അത് ബേസിക്കലി അത് എന്തുകൊണ്ടാ വന്നത്? അവർക്ക് സ്വയം ഒരു ബഹുമാനം അവർക്ക് തോന്നി തുടങ്ങിയപ്പോഴാ. ഏത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പട്ടിയെ പോലാണ് നമ്മളെ കാണുന്നത്, അപ്പൊ നമുക്ക് അവകാശങ്ങൾ വേണമെന്നൊക്കെ വന്ന ഒരു ചിന്തയുണ്ടല്ലോ. അതെ. പിന്നെന്താണ്? നഗരജീവിതം അല്ലെ, നഗരജീവിതം. പിന്നെ പണം ബേസ് ചെയ്തിട്ടുള്ള സമ്പദ്ഘടന. എന്തോ? വ്യക്തി സ്വാതന്ത്ര്യം. അതെ, വ്യക്തി സ്വാതന്ത്ര്യം. അതെ, അതെ, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ കലാശാസ്ത്ര അതെ, കലാശാസ്ത്ര രംഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കലാശാസ്ത്രം. അത് ഇപ്പം നമുക്ക് ഈ കല എന്ന് പറയുമ്പോൾ ഈ ഇറ്റലിയിൽ എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് കലാകാരന്മാരും ചിന്തകന്മാരും, ഗ്രീസും, നമ്മുടെ അറിയാലോ പൈതഗോറസ് തിയറും ഒക്കെ അറിയാലോ നമ്മുടെ കണക്കിലെ. പിന്നെ പ്ലാറ്റോ, കുറെ പേരുണ്ട്. വേറെ ഏതെങ്കിലും ഒക്കെ പേരുകൾ പറയാവോ നമ്മുടെ ഈ ഗ്രീസിലൊക്കെ ഉണ്ടായിരുന്ന ചിന്തകന്മാരുടെ? അതെ, അരിസ്റ്റോട്ടില്. പിന്നെ യൂക്ലിഡ്. ശരിയാ. കണ്ടോ, ഇവരെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോ കണ്ടോ, പണ്ടത്തെ ഈ ചിന്തകന്മാരാണ് ഫേമസ് ആയിട്ടുള്ള, ഇപ്പോഴും നമ്മൾ അവരുടെ കാര്യങ്ങൾ തന്നെ പഠിക്കുന്നത്. പിന്നെ ഫിലോസഫർ സോക്രാറ്റിസ്, പുള്ളിയൊക്കെ ഫിലോസഫർമാരാ. അപ്പൊ ഒത്തിരി അതെ. അപ്പൊ ഗണിതശാസ്ത്രം, പിന്നെന്തുവാ നമ്മുടെ ഫിലോസഫി, അങ്ങനെ പല പല കാര്യങ്ങളിലും. ജ്യോതിശാസ്ത്രം. അതെ, എല്ലാ ഇതും നമ്മൾ പുറകോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് കൂടുതലും ശാസ്ത്രജ്ഞന്മാര് വന്നത്. അപ്പോ ഈ ഗ്രീക്ക് റോമും ഉണ്ടേ. എന്നാലും കൂടുതൽ ഞാനിപ്പോ പറഞ്ഞതാ നമുക്ക് ഓർക്കാൻ. പിന്നെ തന്നെ ഒരു സമയത്തെ പ്രതിമകളൊക്കെ ഉണ്ട്. പഴയ ഒരു സമയത്തെ ഈ ഇറ്റലിയിൽ ഒരുപാട് ഈ പ്രതിമകൾ, ഈ വെണ്ണക്കല്ലും കൊണ്ട്, അത് മാർബിളും കൊണ്ടുള്ള പ്രതിമകൾ. ഈ ഡേവിഡ് എന്ന് പറയുന്ന പ്രതിമയെ കുറിച്ച് അറിയാവോ? മൈക്കലാഞ്ചലോ നിർമ്മിച്ചതാണ്. മൈക്കലാഞ്ചലോ പുള്ളി കേട്ടിട്ടുണ്ടോ? ഭയങ്കര പുള്ളി ശില്പിയാണ്. മൈക്കലാഞ്ചലോ ശില്പിയാണ്. പിന്നെ നമ്മുടെ ഡാവിഞ്ചിയുടെ കാര്യമേ മറന്നുപോയായിരുന്നു. ഡാവിഞ്ചി അല്ലേ, പുള്ളി ബ്രില്യന്റ് ആയിരുന്നു. ചിത്രകല. പിന്നെന്താണ്? അദ്ദേഹം ജീവശാസ്ത്രം, ഈ ശവശരീരമൊക്കെ കീറി മുറിച്ച് പഠിക്കുമായിരുന്നു. അദ്ദേഹം അനാട്ടമി ഒക്കെ മിടുക്കനായിരുന്നു, അനാട്ടമിയില്. നരവംശശാസ്ത്രം. അതെ, നരവംശശാസ്ത്രം. പിന്നെ പുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദിവസം ഓരോ മണിക്കൂർ 10 മിനിറ്റ് വെച്ചൊക്കെ ആയിരുന്നു ഉറങ്ങുന്നത്. 2 മണിക്കൂർ എങ്ങാണ്ടേ മൊത്തം ഉറങ്ങത്തുള്ളൂ ഒരു ദിവസം. ബാക്കി സമയം മൊത്തം പുള്ളിക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെയായിരുന്നു പുള്ളി, ഡാവിഞ്ചി. അദ്ദേഹം ആ സമയത്ത് തന്നെ ഹെലികോപ്റ്ററിന്റെ വരെ മോഡല് വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ മോഡല്, അല്ലേ? അപ്പോ ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചുണ്ടായി. നമ്മുടെ റോമും ഇറ്റലിയും എല്ലാം കേന്ദ്രീകരിച്ച് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളാണ് ഈ ഇറ്റലിയെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഈ നമ്മുടെ ഗ്രീസിലും റോമന്റെയും സംസ്കാരങ്ങള്
നമ്മുടെ ഇറ്റലിയിലെ വളർച്ചയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതാണ്. അപ്പോ ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാര് വിളിച്ച വാക്കാണ് എന്ത്? റിനൈൻസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. കേട്ടോ, നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന ഈ വാക്ക് നവോത്ഥാനം. ഇറ്റലിയില് രൂപം കൊണ്ട ഒരു കാര്യമാണ്, ഒരു മാറ്റമാണ്. ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഇതാണ് നമ്മൾ ഈ നവോത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. കേട്ടോ, അപ്പൊ മലയാളത്തിൽ നമ്മുടെ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ. പുനർജനി എന്നൊക്കെയാണ്. പുനർജനി, നവോത്ഥാനത്തിന് അത് തന്നെ റിനൈൻസൻസിന്റെ അർത്ഥം. അപ്പൊ 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതില് അർത്ഥമാക്കുന്നത് ഇതുകൊണ്ട്. അപ്പൊ ഇതൊരു ട്രാൻസിഷൻ പീരീഡും കൂടാണ്. കേട്ടോ, നമ്മുടെ പഴയ കാലത്തിൽ നിന്ന് ആധുനിക കാലത്തിലേക്ക് സയന്റിഫിക്കലായിട്ടൊക്കെ ആൾക്കാർ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ടുള്ള എന്താണ്, സംക്രമണ കാലമാണ്, ട്രാൻസിഷൻ പീരീഡ് ആണ്, നവോത്ഥാന കാലം എന്നും പറയും. ഓക്കെ, ഇത്രയും ഓക്കെ ആയല്ലോ. ഓക്കെ. അപ്പോ ഈ ഒരുപാട് സിറ്റികൾ, കേട്ടോ, ആ സമയത്ത് ഒരുപാട് സിറ്റികളൊക്കെ ഇറ്റലിയിൽ ഫേമസ് ആയിട്ട് വരാൻ തുടങ്ങി. നമ്മുടെ അതില് വെനീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. വെനീസ് ഇപ്പോഴും ഫേമസ് ആയല്ലേ? അതെ. എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചു വെച്ചേക്കുന്നത് വെനീസിന്റെ കാര്യം? വസ്ത്രത്തില് ഒന്നുകൂടെ പറയാമോ? വിട്ടുപോയി. അല്ല, വസ്ത്രനിർമ്മാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്? വ്യാപാര കേന്ദ്രമാണ് മെയിൻ ആയിട്ട്. നമ്മൾ കിഴക്കിന്റെ വെനീസ് എന്ന് നമ്മുടെ ആലപ്പുഴയെ വിളിക്കുക, കുട്ടനാടിനെ വിളിക്കുമല്ലോ, ഇല്ലയോ? അതെന്തുകൊണ്ടാണ്? നദി കൂടുതലായിട്ടുള്ളതുകൊണ്ട്. അതെ. അതായത് റോഡ് സിസ്റ്റത്തിനേക്കാളും കൂടുതൽ അവിടെ ഉള്ളത് ഈ നദി വെച്ചിട്ട് കനാൽസ് ആണ്, കനാൽ സിസ്റ്റമാ. അപ്പൊ അവര് കൂടുതലും ഈ ജലങ്ങളിൽ പോകുന്ന ബോട്ടിനെയും വള്ളത്തിനെയും ഒക്കെ ഇവരെ ആശ്രയിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കുട്ടനാട്ടിലും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഈ വെനീസ് ഉണ്ടല്ലോ അനുവേ, ഈ വെനീസ് വ്യാപാരത്തിന്റെ മെയിൻ കേന്ദ്രമായിരുന്നു വെനീസ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോറൻസ് എന്ന് പറയുന്ന, കേട്ടോ, ഫ്ലോറൻസ് നഗരം അത് ഇറ്റലിയിലെ തന്നെ, കേട്ടോ. അപ്പൊ ഈ ഫ്ലോറൻസ് എന്ന് പറയുന്നത് ആർട്ടിന്റെയും സാഹിത്യത്തിന്റെയും, കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രമായി. ഓക്കെ. പിന്നെ പിസയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. പിസ അതൊന്ന് പറയാവോ? അക്സ പറയാവോ പിസയെ കുറിച്ച് നമ്മൾ കേട്ടുള്ളത്? പിസ, അതെ, ചരിഞ്ഞ ഗോപുരങ്ങളൊക്കെ. ഗോപുരങ്ങളല്ല, ഒരു ഗോപുരമേ ഉള്ളൂ. അപ്പോ അവിടെ എന്തുവാണ് മെയിനായിട്ട്? ഈ കടൽ വഴി വ്യാപാരം. ഓക്കെ, അതെല്ലാം ആ ഒരു സമയത്താ. പിന്നെ ജനോവ എന്ന് പറയുന്ന നഗരമുണ്ട്, ജനോവ. അതും ഒരു പ്രധാന തുറമുഖമായിരുന്നു, കേട്ടോ. ഒരുപാട് സമുദ്ര വ്യാപാരമൊക്കെ നടക്കുന്ന ഒരു നഗരമാണ്. പിന്നെ എന്താണ്? റോം മെയിന് രാഷ്ട്രീയപരമായിട്ടല്ലേ, മതപരമായിട്ടുള്ള പ്രാധാന്യമാണ് അവിടെ. അപ്പൊ ഒരുപാട് ഈ നഗരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ഇറ്റലിയില്. അപ്പം ഈ അവിടെ ഞാൻ അപ്പൊ പറഞ്ഞല്ലോ, നമ്മള് ഇതുവരെ വ്യാപാരത്തിന്റെ കാര്യം പറഞ്ഞല്ലേ. തുറമുഖങ്ങളുണ്ട്, അല്ലാതെ വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ വ്യാപാരികള് ബാങ്കിങ്ങും ഇൻഷുറൻസും, ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ ഇവര് ഫോളോ ചെയ്ത് വന്നവരാണ്. അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്നൊക്കെ പറയുന്നത് ഇവിടെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. അക്കൗണ്ടിങ്ങില് ഉള്ളത് കണക്കുകളൊക്കെ സൂക്ഷിച്ചു വെക്കും, അന്നത്തെ കണക്കുകൾ, ബുക്ക് കീപ്പിംഗ്. ആരെങ്കിലും ഉണ്ടോ? ബികോമാരുണ്ടോ? അനു ബികോം ആണോ? അതെ. ഓക്കെ. അപ്പം ഒന്ന് പറയാമോ അനു, ഇതിനെ കുറിച്ച് ഒന്ന് പറയാവോ? ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാവോ? കേക്കാമോ? ഹലോ,
കേക്കാം പറഞ്ഞോളൂ. നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന സിസ്റ്റം. അന്നത്തെ പതിവ് വരവ് കണക്ക് സമ്പ്രദായം അല്ലയോ? വരവ് ചെലവ് വരവ് ചെലവ് കണക്ക് സമ്പ്രദായം. ഓക്കെ. അപ്പോ കേട്ടോ, ഇതിന്റെയൊക്കെ തുടക്കം ഇവിടുന്നാണ് ശരിക്കും വന്നത്. അക്കൗണ്ടിങ് ഒക്കെ, ബുക്ക് കീപ്പിംഗ്. 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ അവിടെ അന്നേ തുടങ്ങിയതാ. അപ്പോ മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥ അതിന്റെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അതൊക്കെയാ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ് ഇതൊക്കെ, അല്ലേ? അതെ. അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. പുതിയ തൊഴിൽ സാധ്യതയൊക്കെ വരുമ്പോ എന്തോ പറ്റും? കുറെ ആൾക്കാർ അവിടുത്തെ ഈ പുതിയ ജോലികളൊക്കെ ചെയ്ത് സമ്പന്നരായി, അല്ലേ? പിന്നെ സമ്പന്നരായിട്ടുള്ളവര്, ഓൾറെഡി മുതലാളിമാരായിട്ടുള്ളവര് പിന്നെയും മുതലാളിമാരാവും, അല്ലേ? ഒരുപാട് ആളുകളുടെ കയ്യിലുള്ള സമ്പന്ന കൂടും. അപ്പോ ആൾക്കാരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടും. അതെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇറ്റലിയിൽ ഒരുപാട് സമ്പന്നന്മാർ ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോ ഈ സമ്പന്ന കുടുംബങ്ങളുണ്ടല്ലോ, പുതിയതായിട്ട് ഈ ഉയർന്നു വന്ന സമ്പന്ന കുടുംബങ്ങൾ, കുറെ കുടുംബങ്ങളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചോദിച്ചെന്ന് വരാം, സ്ഫോർസ, ഫർണീസി, ഓർസീനി തുടങ്ങിയവ ഇറ്റലിയിലെ ശില്പങ്ങളാണെന്നോ അങ്ങനെ വല്ലതും ചുമ്മാ തരാം, അല്ലേ? കേട്ടാ നമുക്ക് തോന്നും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കും. അതൊക്കെ ഓരോ കുടുംബ പേരുകളാ കേട്ടോ. മെഡിച്ചി, സ്ഫോർസ, ഫർണീസി, ഓർസീനി, വിസ്കോന്തി, ഇതെല്ലാം അവിടുത്തെ ഓരോ ഫേമസ് കുടുംബങ്ങളാ. അപ്പൊ വളർന്നു വന്ന നഗരങ്ങളും അതിന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഡിച്ചി ഫ്ലോറൻസ് നഗരത്തില്, സ്ഫോർസ മിലാൻ നഗരത്തില്, ഫർണീസി പാർമ നഗരത്തില്, ഓർസീനി നേപ്പിൾസ് നഗരത്തില്, വിസ്കോന്തി മിലാൻ നഗരത്തില്. ഇതൊക്കെ വരുമോന്ന് എനിക്കിപ്പോ സംശയമായി. ഇത് ചോദിക്കുമോ അനൂപേ? ഇതിനൊക്കെ ചാൻസ് ഉണ്ടോ? ചിലപ്പോ ചോദിക്കാം. മറ്റേ ചേരുംപടി പോലെയൊക്കെ വേണേ ചോദിക്കും. അപ്പൊ നോക്കി വെച്ചേ പറ്റൂ. മെഡിച്ചി ഫ്ലോറൻസ്, സ്ഫോർസ മിലാന്, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കോന്തി എവിടെ? മിലാൻ. ഓക്കെ. അപ്പൊ മിലാൻ. അതെ, മിലാൻ രണ്ടുണ്ട് കേട്ടോ. ഒരു നഗരത്തിൽ തന്നെ ആയിരുന്നു. ഏതൊക്കെ? സ്ഫോർസായും വിസ്കോന്തിയും. ഓക്കെ. അപ്പോ ഈ മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കേട്ടോ, കുരിശുയുദ്ധങ്ങൾ അത് കേട്ടുണ്ടായിരിക്കുമല്ലോ. ഈ കുരിശുയുദ്ധം എന്ന് പറഞ്ഞാല് ജെറുസലേം, വിശുദ്ധ നാടായിട്ട് കരുതുന്ന ജെറുസലേമിന് വേണ്ടിയിട്ട് ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കേട്ടോ കുരിശുയുദ്ധങ്ങള്. അപ്പം ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക ജീവിതത്തില് ഇത് വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തുകയുണ്ടായി. അപ്പൊ CE കോമൺ എറ 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിന്റെ കാലഘട്ടം കേട്ടോ. 11 മുതൽ 13. ഓക്കെ. അപ്പോ കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങള്, ഈ യുദ്ധം നടന്നല്ലോ. അപ്പോ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം കേട്ടോ, കൾച്ചറൽ ആയിട്ട് മിക്സ് ആവാൻ തുടങ്ങി ഈ യുദ്ധമൊക്കെ നടന്നപ്പോഴത്തേന്. കിഴക്കൻ ലോകത്തെ സംസ്കാരം, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി കേട്ടോ. ഇറ്റാലിയൻ നഗരങ്ങൾ അതെന്ത് മറ്റുള്ളവരുമായിട്ട് ഈ ട്രേഡിംഗ് ഒക്കെ നടന്നപ്പോഴത്തേന് ഇറ്റലിക്കാർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ വളർച്ച കൂടാൻ തുടങ്ങി. അപ്പൊ ഇസ്ലാമിക രാജ്യം തുർക്കിയാണേ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബൈസന്റൈൻ എന്ന് പറഞ്ഞാല് ഈ റോമൻ സാമ്രാജ്യമാണ്. റോമന്റെ തന്നെ കിഴക്കൻ റോം സാമ്രാജ്യമാണ് ഈ ബൈസന്റൈൻ സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ. ഈ മെയിനായിട്ട് അവരുടെ ഈ അശ്വാരോഹികളാ, നൈറ്റ് എന്നൊക്കെ പറയും. അവരുടെ മെയിൻ പടയാളികള് കുതിരപ്പുറത്ത് കേട്ടോ, ബൈസാന്റൈൻ രാജ്യം. ഇവരുമായിട്ടൊക്കെ സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ ഇറ്റലിയിൽ എന്തോ കിട്ടി. ഇറ്റലിക്ക് ഒരുപാട് സമ്പത്ത് കേട്ടോ, നല്ല ട്രേഡാ നടക്കുന്നേ.
ഒരുപാട് സമ്പത്ത് ഒഴുകാൻ തുടങ്ങി. അപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നോ കടല്, മെഡിറ്ററേനിയൻ കടല്. അപ്പോ ഈ ഒരു ഈ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക നമ്മുടെ ഇറ്റലിയിലായി കേട്ടോ. അങ്ങനെ ഈ കാണുന്നത് വാണിജ്യം മൊത്തം ആരായി? ഇറ്റലിയാ. ഇറ്റലിയിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെക്കാളും ഇറ്റാലിയൻ നഗരങ്ങൾ കൂടുതൽ സമ്പന്നമായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കാന്നറിയാം? യൂറോപ്യൻ നഗരങ്ങളിലെ വിഷയം എന്തുവായിരുന്നു? മതപരമായിട്ട് തന്നെ അവരെ അങ്ങനെ അടിച്ചു വെച്ചേക്കുക, അല്ലെ, അടിച്ചേൽപ്പിക്കുക അവരെ ഭരണം. പക്ഷെ ഇവിടെ ഇറ്റാലിയൻ നഗരങ്ങളിലോ നമ്മളിപ്പോ പറഞ്ഞല്ലേ, ഒത്തിരി ചിന്തകന്മാരും ഈ ശാസ്ത്രജ്ഞരും എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് പ്ലേഗ് എന്ന മഹാമാരി കേട്ടോ, പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ കേട്ടുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം. മുമ്പേ വിട്ടുപോകായിരുന്നു. അപ്പൊ ബ്ലാക്ക് ഡെത്ത് കേട്ടോ അനുപേ, 14-ാം നൂറ്റാണ്ടിന്റെ. അക്സ കേൾക്കുന്നുണ്ടോ? അൽഫി? പ്രസന്റേഷൻ നിർത്തിയോ? ഇല്ല, നിർത്തിയിട്ടില്ല. അത് കാണുന്നില്ലേ? നെറ്റിന്റെ ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇന്ന് കുഴപ്പമുണ്ട് ഇന്ന്. ഹലോ, കാണുന്നുണ്ടോ? എനിക്ക് കാണാം, അവർക്കുണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ അതങ്ങ് പറഞ്ഞിട്ടേ നമുക്ക് ചോദിക്കാം, ഒന്നുകൂടെ പറയാം. അപ്പോ പ്ലേഗ് കേട്ടോ, കറുത്ത മരണം. ബ്ലാക്ക് ഡെത്ത് അല്ലേ? ഇതില് നിങ്ങൾക്കറിയാവോ കൂട്ടുകാരെ, എത്ര ആൾക്കാർ മരിച്ചു വീണെന്നറിയാവോ? ഏകദേശം എണ്ണം നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ചുമ്മാ ഒന്ന് പറയാവോ? ലക്ഷക്കണക്കിനായിരിക്കും. ലക്ഷക്കണക്കിനും അല്ല. അതില് ഓർക്കണോ ഏത് കാലത്താന്ന് ഓർക്കണേ. 13-14 നൂറ്റാണ്ടിലാണ്. അപ്പൊ അന്ന് ഒരു മരുന്നും ഇല്ലെന്ന് ഓർത്തു ഇതിനൊന്നും. ഞാൻ പറയട്ടെ എത്ര പേര് മരിച്ചെന്ന്. 20 ശാസ്ത്രം. അപ്പൊ നമ്മുടെ കൊറോണ പോലും ഇത്രയും കൊന്നിട്ടില്ല. ശാസ്ത്ര 20 കോടി ആൾക്കാരെയാ കൊന്നത് ലോകത്തില് മൊത്തം. 20 കോടി അന്നത്തെ സമയം. അന്നാന്ന് ഓർക്കണം. അപ്പൊ ഇന്ത്യയിലും ഒക്കെ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഇവര് വരുമല്ലോ, കച്ചവടക്കാർ ഇവിടുന്ന് ഈ റൂമിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയില്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വരും. ഏഷ്യ കേട്ടോ, ഏഷ്യ, യൂറോപ്പ് എല്ലായിടത്തും ഇത് വ്യാപിച്ചതാ. ലോകം മൊത്തം വ്യാപിച്ച. അതുകൊണ്ടാണ് അത്രയും ആൾക്കാർ മരിച്ചത്. അത് വെറും ഒരു എണ്ണം മാത്രം കേട്ടോ. ചിലപ്പോ അതിൽ കൂടാൻ കുറയാ. അന്നത്തെ കാലത്തെ കണക്കാ. കൂടാനേ ചാൻസ് ഉള്ളൂ. അതെ. അപ്പൊ അത് പറഞ്ഞപ്പോഴാ നമുക്ക് അതിന്റെ കൂടെ ഒരു ബയോളജിയും കൂടെ അങ്ങ് നോക്കാം. ഈ പ്ലേഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പടർത്തുന്ന എന്താണ് ഈ അസുഖം? എലിയാണ് പടർത്തുന്നത്. അത് വെക്ടറാണ്, രോഗവാഹികളാ. പക്ഷെ ശരിക്കും എലിയാണോ ഇത് പരത്തുന്നത്? എലിയുടെ ചെള്ളുണ്ട് കേട്ടോ. എലിക്ക് ചെള്ളുണ്ട്. എലിച്ചെള്ളില്ലേ? എലിച്ചെള്ളും അല്ല. എലിച്ചെള്ളും ഒരു വാഹിയാണ്, വാഹകരാ കേട്ടോ, ഹോസ്റ്റാ. അപ്പൊ ഒരു ബാക്ടീരിയൽ അസുഖമാണ് നമ്മുടെ പ്ലേഗ് എന്ന് പറഞ്ഞാല്. അതുണ്ടാക്കുന്ന ആ ബാക്ടീരിയയുടെ പേര് യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയും കേട്ടോ. യെർസീനിയ പെസ്റ്റിസ് കേട്ടോ, മറക്കല്ലേ. പ്ലേഗ് ഉണ്ടാക്കുന്നത് യെർസീനിയ പെസ്റ്റിസ്. അതെ, യെർസീനിയ പെസ്റ്റിസ്. അപ്പോ
ഈ എർസീനിയ പെസ്റ്റിസ് നമ്മുടെ ഈ എലി എലി ഈ കപ്പലുകളില്ലേ, കപ്പലിലാണല്ലോ അന്ന് ഈ രാജ്യങ്ങളെ തോറും അങ്ങോട്ടും ഓക്കെ ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ ഇതുങ്ങൾ കയറി അങ്ങ് ഇരിക്കും. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോ ഇത് ഇറങ്ങിപ്പോവും. ഇതിന്റെ മേത്തുണ്ടല്ലോ ഇത്. അങ്ങനെ ഇത് രോഗം അങ്ങ് വ്യാപിക്കും, ഈ ബാക്ടീരിയ അതെ വ്യാപിക്കും. അപ്പൊ ഇവിടെ സംഭവിച്ചത് ബ്യൂബോണിക് പ്ലേഗാ കേട്ടോ. ശരീരം മൊത്തം വേദനയും വീക്കവും ഒക്കെ വന്ന് മരണപ്പെടുക ചെയ്യുന്ന ബ്യൂബോണിക് പ്ലേഗ്. പിന്നെ സെപ്റ്റിസെമിക് പ്ലേഗ് എന്ന് പറയുന്ന ഒരു പ്ലേഗ് ഉണ്ട്. അത് രക്തത്തിൽ ബാധിക്കുന്നയാ സെപ്റ്റിസെമിക്ക്. പിന്നെ പ്ലൂമോണിക് പ്ലേഗ്. പ്ലൂമോണിക് എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിൽ ബാധിക്കുന്നയാ. അപ്പൊ ഇത് ബ്യൂബോണിക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് കേട്ടോ. ശരീരം മൊത്തം വീക്കമൊക്കെ വന്ന് അങ്ങനെ നമ്മുടെ ശരീരം വീക്കായി മരിച്ചു പോകും, നമ്മൾ മരിച്ചു പോകും. അതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞതേ ഉള്ളേ. കറുത്ത കുമിളകൾ പോലെ അതെ കുമള പോലെ വരും, കറുത്ത കുമള പോലെയും വരും. അതുകൊണ്ട് ആ പേര് വന്നത് ബ്ലാക്ക് ഡെത്ത് എന്ന് വന്നേക്കുന്നത്. ആ വീക്കം വരുമ്പോ ആ വീക്കം വരത്തില്ലേ, അത് തന്നെ സംഭവം. ഓക്കെ. അപ്പോ നമുക്ക് ഈ ഒരുപാട് ഡെത്ത് ഉണ്ടായി, മരണം ഉണ്ടായി. അപ്പോ അപ്പൊ സാധാരണക്കാരെ തന്നെ എല്ലാരും മരിക്കും കേട്ടോ. പണക്കാരോ പാവപ്പെട്ടവരൊന്നും ഒന്നും ഇല്ല. അന്ന് എല്ലാവർക്കും ഈ ആരോഗ്യ പരിപാലനം എന്നൊക്കെ പറഞ്ഞാല് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലല്ലോ ആൾക്കാര്. അന്നൊക്കെ എന്തേലും അസുഖം വന്നാവോ അതങ്ങ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വസൂരി എങ്ങനെയായിരുന്നെന്ന് അറിയത്തില്ലേ? വസൂരി വന്നു കഴിഞ്ഞാല് കൈയും കാലും കൂട്ടിക്കെട്ടി ഒരു ഓല കൊണ്ടൊരു പായ, അല്ലെങ്കിൽ ഈ പനയോല കൊണ്ട് പായ ഉണ്ടാക്കി അതിനകത്ത് ചുറ്റിയിട്ട് കൂട്ടമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടുകയായിരുന്നു ചെയ്യുന്നത് ഇത് വന്നു കഴിഞ്ഞാല്. അറിയത്തില്ലേ? കേട്ടില്ലേ അത്? എന്തോ പറഞ്ഞിട്ട് ഹലോ കേൾക്കുന്നില്ലേ? വിട്ടുവിട്ട് പോവാ അനൂപേ, ഒന്നുകൂടെ പറയാമോ? ഇപ്പൊ കേക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേക്കാം. ഓക്കെ. അപ്പം അനൂപിന്റെ നെറ്റിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലപോലെ വിട്ടുവിട്ടാ പോകുന്നേ, തിരിയുന്നില്ല അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, അത് ആ സംഭവം അറിയാലോ, അതേപോലൊക്കെയാ. അപ്പൊ അന്നെന്തോ അസുഖം വന്നാൽ അവര് മരിക്കുന്നതന്നെ ഉള്ളു. അപ്പൊ ഉണ്ടല്ലോ ഈ തൊഴിലാളികളുടെ കുറവ് ഭയങ്കരമായിട്ടുണ്ടായി. ആൾക്കാരെല്ലാം മരിച്ചു പോവല്ലേ. ഈ ഫ്യൂഡൽ വ്യവസ്ഥ അനൂപ എങ്ങനെയായിരുന്നു നിലനിന്നത്? ഇവന്മാർ എവിടുന്നാ കൂടുതൽ ടാക്സ് പിടിക്കുന്നത്? നമ്മുടെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നാ ഈ രാജാക്കന്മാര് ടാക്സ് പിടിക്കുന്നത്, കരം പിടിക്കുന്നത് അല്ലേ? അപ്പൊ എന്തോ പറ്റി? ഇവരുടെ സൊസൈറ്റി അങ്ങ് തകരുക. ടാക്സ് ഒന്നും പിടിക്കാൻ ആരിയ്ക്കുന്നു? പാവം പിടിച്ച ആൾക്കാരെല്ലാം മരിച്ചു പോവുക. അപ്പോ ഈ ജനങ്ങൾ എന്തോ ചെയ്തു? ഈ ഗ്രീസിലും റോമിലും ഒക്കെ വൈദ്യശാസ്ത്രം കേട്ടോ, പഴയ സമയത്ത് തന്നെ അവരുടെ വൈദ്യശാസ്ത്രം അഡ്വാൻസ്ഡാ. അപ്പൊ ഇവര് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ അവർ ശ്രദ്ധിച്ചു. പിന്നെ അത് മാത്രമാണോ? മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാല് നൈമിഷികത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അനിശ്ചിതത്വ. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ ജീവിതം ഉണ്ടല്ലോ അനൂപേ, തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അപ്പൊ അവര് കേട്ടോ. ഫിലോസഫി ഒക്കെ ആയി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയ്ക്കേ ഉള്ളൂ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുക. അപ്പോ ആ ചിന്തയാണ് അനൂപേ നമ്മളെ ഹ്യൂമനിസം കേട്ടോ. അനൂപേന്ന് മാത്രം വിളിക്കുന്നതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടോ. അനൂപ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നോണ്ട് ഞാനങ്ങ് വിളിച്ചു പോയതാ. അപ്പൊ ഹ്യൂമനിസം കേട്ടോ, മാനവികതയിലോട്ട് വഴി തുറക്കുവാണ് ഈ ചിന്തകള്. മനുഷ്യർക്ക് വേണ്ടി അവർ എപ്പോഴാ ചിന്തിക്കുന്നത്? സഹാനുഭൂതിയും സെൽഫ് റെസ്പെക്ട്, സ്വയം ഒരു ഇതുണ്ടല്ലോ, ഒരു വില വേണ്ടേ, അതൊക്കെ അവർക്ക് അങ്ങനെയാണ് ഉടലെടുക്കുന്ന ചിന്ത. അതുവരെ അടിമകളെ പോലെ കഴിയുക സാധാരണക്കാരൊക്കെ. ഓക്കെ. അപ്പോ നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവയുണ്ടല്ലോ ജനങ്ങളിലെ പൗരബോധവും ആത്മാഭിമാനവും കേട്ടോ. ആത്മാഭിമാനം,
സെൽഫ് റെസ്പെക്ട് അത് വളർത്തി. യെസ്. ഇപ്പൊ നല്ലതായിട്ട് കേൾക്കാം കേട്ടോ. പ്രാചീന റോമ സാമ്രാജ്യത്തില് നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയം ഇറ്റലിയിൽ പ്രചരിച്ചു. ഈ റോമിലെ നമ്മൾ ഇപ്പോഴും കാണാം, അവിടെ ഒരു വലിയ ഇതുണ്ട്, ടെമ്പിള് കണക്കത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു കെട്ടിടമൊക്കെ ഉണ്ട്. അത് കണ്ടുണ്ടോ? എനിവേ ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ കാണിക്കും അത്. ഓക്കെ ഓക്കെ കണ്ടുണ്ടോ ആ സംഭവം? ഓക്കെ. ഒരു ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫോട്ടോ. വലിയൊരു മലയുടെ മണ്ടയില ഇത്, ഇങ്ങനെ വെണ്ണക്കല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്, കുറെ തൂണുകൾ ഇങ്ങനെ അടുക്കി. അതെ അതെ. അപ്പോ പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ട് എന്തുവാ, പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനം, പൗരാണികത ഇതിലൊക്കെ ഇവർക്ക് താല്പര്യം തിരിച്ചു. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്. അപ്പോ ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രമാവാൻ ആഗ്രഹിച്ചു. അതാ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, പല ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലേ, പല കലാകാരന്മാരുടെ കാര്യം. അപ്പൊ പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്തു പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇറ്റലിയിലെ കാര്യം ഈ പറയുന്നേ. അപ്പം റോമാ നഗരത്തിലെ പഴയ ഇതല്ല. ഈ റോമില് ഒത്തിരിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കൊളോസിയം അറിയത്തില്ലേ? നമ്മുടെ ഈ അടിമകളായിട്ട് ഗ്ലാഡിയേറ്റേഴ്സിനെ പിടിച്ച്, ഗ്ലാഡിയേറ്റേഴ്സ് എന്നാ പറയുന്നത്. അതായിരുന്നു ഞാനിപ്പോ പറഞ്ഞില്ലായിരുന്നു, ഒരു വെണ്ണക്കല്ലും കൊണ്ടൊക്കെ ഉള്ള കെട്ടിടം. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ റോമിലെ ഈ ചക്രവർത്തിമാരെ വലിയൊരു സ്റ്റേഡിയം അത് കേട്ടോ, വലിയ സ്റ്റേഡിയമാ സംഭവം. അപ്പം ഇവിടെ നമ്മുടെ ഈ അടിമകളെ കൊണ്ടുപോയിട്ട് ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയും, ഇവരെ തമ്മിൽ അടിപ്പിക്കും. അതാണ് അവരുടെ വിനോദവാദം. സിനിമയുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്, കണ്ടുണ്ടോ? ഗ്ലാഡിയേറ്റർ എന്തോ മലയാള സിനിമയിൽ ഏതോ ഇത് കാണിക്കുന്നുണ്ട് ഈ ഒരു അതിനെ കുറിച്ച് അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പിന്നെ നമ്മുടെ ആഞ്ചലീന ജോളിയുടെ പഴയ ഭർത്താവ് ഉണ്ടല്ലോ, ബ്രാഡ് പിറ്റ്, അറിയാം? ബ്രാഡ് പിറ്റ് ഒക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഫേമസാ. ഗ്ലാഡിയേറ്റർ എന്ന് തന്നെയാന്ന് തോന്നുന്നു അതിന്റെ പേര്. ഓക്കെ. അതാണോ വേറെ എന്തോ? ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന ഒരു പടമുണ്ട്, അത് വേറെയാ കേട്ടോ, അത് വേറെയാ. പക്ഷെ അത് നോക്കണം കേട്ടോ, സമയം ഉണ്ടെങ്കിൽ അന്നത്തെ ഇതിന്റെ കാണാം. ബ്രാഡ് പിറ്റ് ഉള്ള സിനിമ വേറെയാ കേട്ടോ. അത് ട്രോയ് കേട്ടോ, ട്രോയ് എന്ന് പറയുന്ന സിനിമ. ട്രോയ് അറിയാമല്ലോ, മറ്റേ കുതിരയുടെ ശില്പം ഗിഫ്റ്റ് ചെയ്തിട്ട് ഈ കുതിരക്കകത്ത് പടയാളികള് കയറിയിരുന്ന്, അത് അറിയാവോ? കഥ അറിയാവോ? ട്രോയ്. അതെ, ആ സിനിമയാ. കണ്ടോ? അതാ അതിനകത്ത് ബ്രാഡ് പിറ്റാ നായകൻ. അപ്പം അതൊക്കെ ഈ പഴയ റോമാ സാമ്രാജ്യത്തിന്റെ ഇതാ കാണിക്കുന്നത്. ഓക്കെ. അവരാ മറ്റേ ഈ ചാരിയട്ട്, മറ്റേ വീല് വെച്ചിട്ടുള്ള കുതിര വലിക്കുന്ന ഇതൊക്കെ അവന്മാരാ അതൊക്കെ കണ്ടുപിടിച്ച്. ഈ യുദ്ധം നടക്കുമ്പോഴേ അതിലിങ്ങനെ കയറി ഇരുന്നിട്ട് കുന്തമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പോ അവരൊത്തിരി അഡ്വാൻസ്ഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇറ്റലിയിലുള്ള രാജാക്കന്മാരൊക്കെ എന്തോ ചെയ്തു, ഇവരുടെ ആ ഒരു കലയും പോട്ടെ, സാഹിത്യവും കലയും പിന്നെന്തുവാ, ഇതെല്ലാം ഈ പുരോഹിതന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ കണ്ടെടുത്തിട്ട് സംരക്ഷിക്കാൻ തുടങ്ങി. കാരണം എന്തുവാ, അവർക്ക് ഇതിന്റെയൊക്കെ പേരിൽ അറിയപ്പെടണമെന്നായിരുന്നു അവർക്ക് ആഗ്രഹം. അത് മാത്രമല്ല, ഇവരെ പുതിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതും സാഹിത്യവും കലയും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെയാണ് യുദ്ധത്തിനേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ ഇവർക്ക് സ്ഥാനം കൊടുക്കുന്നതെന്ന് ഈ രാജാക്കന്മാര് കരുതി. അത് സത്യം തന്നെ അല്ലയോ? യുദ്ധം ഉണ്ടാക്കിയവനേക്കാളും ഇപ്പോഴും ഇല്ലേ വലിയ അന്ന് ഈ ആ ഒരു സമയത്ത് പണിത കൊട്ടാരങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാ. ഓക്കെ. ആ ശില്പങ്ങളും ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ ശില്പങ്ങളില്ലേ, അപ്പൊ സത്യം തന്നെ ജനങ്ങളുടെ മനസ്സിൽ അവരെപ്പോഴും ഓർക്കുക ഇന്ന രാജാവിന്റെ സമയത്ത് ഉണ്ടാക്കിയതാന്ന്. അപ്പോ സമ്പന്നരായ ആളുകള് അവരുടെ ഇടവക ദേവാലയങ്ങള്, പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസിനി മഠങ്ങള്
കത്തീഡ്രല്, ഇതെല്ലാം ചർച്ചിന്റെ ബേസ് ഇതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ്, കണ്ടോ ഇതിപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഓരോ നഗരങ്ങളുടെ കാര്യം അല്ലെ. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് തന്നെ കണക്കാക്കപ്പെട്ടു കേട്ടോ. ആൾക്കാരുടെ ഡ്യൂട്ടി ആയിട്ട് മാറിയത്. 1453 ഓക്കെ. തുർക്കികള് ആരോ വരുന്നല്ലോ ജോയിൻ ചെയ്യാൻ. ഓക്കെ അപ്പൊ എവിടെയായിരുന്നു അനൂപ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? 1453 തുർക്കികള് കിഴക്കൻ റോമ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തു കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തു. പിന്നെ അത് മാത്രമാണോ, പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതിയുടെ കയ്യെഴുത്ത് പ്രതികൾ കേട്ടോ. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതിയുടെ കയ്യെഴുത്ത് പ്രതി കൈവശമുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു ഏത്? നമ്മുടെ റോമിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പോൾ. അല്ലല്ല, കോൺസ്റ്റാന്റിനോപ്പോൾ കേട്ടോ. അപ്പൊ ഈ തുർക്കികളുടെ ആക്രമണം വന്നപ്പോ, കോൺസ്റ്റാന്റിനോപ്പോൾ തുർക്കികൾ ആക്രമിച്ചപ്പോ എന്തോ ചെയ്തു ഇവര്, ഈ പാവങ്ങൾ എന്തോ ചെയ്തു, ഇതും എടുത്തുകൊണ്ട് ഓടി. എങ്ങോട്ട് പോയി? ഇറ്റാലിയൻ നഗരങ്ങളിലോട്ട് നീങ്ങി. ഓക്കെ. അപ്പോ സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ പഠനങ്ങള് ഗ്രന്ഥാലയത്തിലേക്ക് കേട്ടോ, ലൈബ്രറി. അപ്പൊ എന്തോ ചെയ്തു ഇവരുണ്ടല്ലോ, ഇവർ ഈ കൊണ്ടുപോയവരുണ്ടല്ലോ, ഇവർ അതിന്റെ കോപ്പികളൊക്കെ എഴുതി അവിടെ ഗ്രന്ഥശാലകളിലൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പം ആദ്യത്തെ സമയത്ത് ഈ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഇവർ ഈ എഴുതിയ പുസ്തകം, ഒറ്റ പുസ്തകമേ ഉള്ളല്ലോ, എഴുതി വെച്ചേക്കുവാ, കൈകൊണ്ട് എഴുതിയതാ. അപ്പം ഈ പുസ്തകം കൊണ്ടല്ല പോയതെങ്കിൽ പോലും ഇവര്, ഈ അറിയുന്ന ആൾക്കാരെന്തോ ചെയ്തു, ഇവരുടെ ഓർമ്മയിൽ നിന്ന് ഇത് പിന്നെ എഴുതി അവിടുത്തെ ലൈബ്രറികളില്, ഗ്രന്ഥശാലകളിലൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയും ആൾക്കാരിലേക്ക് പുതിയ അറിവ് എത്തിക്കൊണ്ടിരിക്കുക. ഇവര് വേറെ നഗരങ്ങളിലോട്ട് പോയല്ലോ. അത് മാത്രമല്ല, കലാകാരന്മാരും എല്ലാം ഇതുപോലെ യുദ്ധം അവര് പോയി. അപ്പൊ സാംസ്കാരിക രംഗത്ത് കലാപരമായ പുരോഗതിക്കും ഒക്കെ ഇത് വഴിയൊരുക്കി. അവര് വേറെ ഇടത്ത് പോയിട്ട് ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങും. പുതിയ ആശയങ്ങൾ, അവരുടെ ആശയങ്ങൾ അവിടെ എല്ലാം പ്രചരിപ്പിക്കും അല്ലെ. ഇതേണ്ട നമ്മൾ പറഞ്ഞ ആളുടെ കാര്യം, അരിസ്റ്റോട്ടില്. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടില്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലം ഒരുക്കി കേട്ടോ. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടിലിന്റെ കൃതികള് ലാറ്റിനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത്. ഓക്കെ, അതാണ് അരിസ്റ്റോട്ടിൽ. ചിലപ്പോ അത് ചോദിച്ചെന്ന് വരാം കേട്ടോ, എന്തേലും അദ്ദേഹത്തിന്റെ ആരായിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഏത് വ്യക്തിയെ കുറിച്ചാ പറയുന്നതെന്ന്. ഓക്കെ. ലാഗ് ഉണ്ടോ അനുവേ? ഉണ്ടോ അറിയത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാ. അപ്പൊ പുള്ളി മെയിനായിട്ട് ഫിലോസഫിയും സയൻസും ആയിരുന്നു കേട്ടോ, ഈ അരിസ്റ്റോട്ടില്. ബയോളജി എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ എല്ലാ ഫീൽഡിലും ഒരു കൈ നോക്കുന്ന ആളാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോ നമ്മുടെ മധ്യകാല ലോകത്തിനെ പ്രധാനമായിട്ട് സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസം കേട്ടോ. സ്കോളാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രമായിരുന്നു, തത്വശാസ്ത്രമായിരുന്നു. അപ്പൊ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചെങ്കിലും മെയിൻ എന്തുമായിരിക്കും കൊടുക്കുന്നത്? മതപരമായിട്ടുള്ള ശാസ്ത്രമാണ്. ദൈവത്തിനും പരലോക ജീവിതത്തിനും തന്നെയായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി നമ്മൾ യുക്തിചിന്ത കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി, തെളിവിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് രൂപം കൊണ്ടത്? ഏത് ആശയം രൂപം കൊണ്ടത്? മാനവികത. അതെ, മാനവികത രൂപം കൊണ്ടത്.
മനുഷ്യനിൽ നമ്മളിൽ തന്നെയുള്ള വികാരങ്ങള്, എഴുത്ത്, സംഭാഷണം, വികാരങ്ങൾ, ഇതെല്ലാം ഈ മാനവികവാദികള് ഊന്നൽ നൽകുക ഇതിന്. ഏത് യുക്തിപരമായിട്ടാ? ദൈവകേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്ക് പരിവർത്തനമായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. ഏത് മനുഷ്യന്റെ നല്ലത് വരണം, അല്ലേ? ദൈവമല്ല, മനുഷ്യൻ ചെയ്യുന്നതാണ് ഈ നല്ലതും തെറ്റും ഒക്കെ മനുഷ്യരാ ചെയ്യുന്നത്, അല്ല ദൈവം ചെയ്യിക്കുക എന്നുള്ളതല്ല. അപ്പോ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം കിട്ടി. അപ്പോ എന്ത് ചെയ്തു ഈ ചിന്തകന്മാർ? എന്ത് ചെയ്തു? ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ളവര്, മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ളവര് മതത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത്രയൊക്കെ ആയല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞല്ലേ ഈ ഗ്രന്ഥകാരന്മാര് അല്ലെ ചിന്തകന്മാരൊക്കെ നാട് വിട്ടെന്ന് പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പോള്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഓർമ്മയിൽ നിന്ന് തന്നെ കൈയെഴുത്ത് പ്രതി സ്വന്തമായിട്ട് ഇല്ലാത്തവര്, നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഇവരവിടെ ചെന്നിട്ട് അവരുടെ ഓർമ്മയിൽ നിന്ന് എഴുതി ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി പിന്നെയും. അപ്പം ആ ഗ്രന്ഥശാലകളില് ജനങ്ങള് ഇത് വായിക്കാൻ തുടങ്ങി, താല്പര്യത്തോടെ, അതീവ താല്പര്യത്തോടെയാ വായിക്കുന്നത്. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങള് അറിയാലോ, ഇതൊരു കച്ചവട കേന്ദ്രമാണ് ഇറ്റലി, അല്ലേ? വെനീസൊക്കെ. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ആൾക്കാര് ലോകത്തിൽ നിന്ന് പലയിടത്തു നിന്ന് വരും, പല രാജ്യക്കാരെ. അപ്പം അറിവുകൾ എന്ന് പറഞ്ഞാല് എല്ലായിടത്തും പോയിട്ടുള്ളതാ. നമ്മുടെ യൂറോപ്യൻസ് ഇന്ത്യ വരുന്നതിനേക്കാളും മുന്നേ തന്നെ അറബികൾ ഇവിടെ നമ്മൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്, അല്ലേ? പണ്ടുപോലെ ഉള്ള ബന്ധമാ. അങ്ങനെയാണ് മറ്റേ നമ്മുടെ ന്യൂമറിക്കൽസ്, അല്ലെ? ന്യൂമറിക്കൽസ് എല്ലാം ലോകം മൊത്തം വ്യാപിച്ചത്, സീറോ ഒക്കെ വ്യാപിച്ചത് അറബികൾ കൊണ്ടുപോയി നമ്മുടെ സീറോ, അല്ലേ? എന്നിട്ട് യൂറോപ്പിലോട്ടെല്ലാം വ്യാപിച്ചതാ സീറോ. അപ്പോ മാനവികതാവാദികള് പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, അല്ലെ? നമ്മുടെ ഡാവിഞ്ചി ചിത്രകാരനെ, മൈക്കലാഞ്ചലോ ശില്പകാരനെ. അപ്പോ ഇവരുടെ എല്ലാം പ്രചോദനം നമ്മുടെ പഴയ പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരമായിരുന്നെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു, കേട്ടോ. അപ്പോ അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്നറിയോ? ഈ ഗ്രീക്കോ റോമൻ സംസ്കാരം, ശരി, അവര് നല്ല ചിന്തിക്കുകയൊക്കെ ചെയ്യും, അഡ്വാൻസ്ഡ് ഇതൊക്കെയാണ്. പക്ഷെ അവരും എന്ത് തന്നെയായിരുന്നു? മതപരമായിട്ടുള്ള ചിന്ത ഉണ്ടായിരുന്നു അവർക്ക്, കേട്ടോ. മതപരമായ ചിന്തയില് അവര് നിർമ്മിച്ചുകൊണ്ടിരുന്നതൊക്കെ അങ്ങനത്തെ ശില്പങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ ഗ്രീക്കുകാരുടെ ദൈവങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറയാവോ? എല്ലാത്തിനും ഓരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ ദൈവങ്ങളുടെ പേര് അതായത് സിയൂസ്, ഇടിമിന്നലിന്റെ ദേവൻ. അത് അറിയാലോ, കേട്ടിട്ടില്ലേ? സിയൂസ്, കേട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. പോറസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തിന്റെ ദൈവമാണെന്ന് വല്ലതും അറിയാവോ? ഹേഡിസ് അറിയാവോ? നരകത്തിന്റെ ദൈവമാ ഹേഡിസ്. പിന്നെ പൊസൈഡോൺ, കടലിന്റെ ദേവന്. പിന്നെ അഥീന, നമ്മുടെ വാർഫെയറിന്റെ ദേവതയാ, യുദ്ധത്തിന്റെ ഒക്കെ. കുറെ ഉണ്ട് കേട്ടോ. ഏറിസ്, ഗോഡ് ഓഫ് വാർ, യുദ്ധത്തിന്റെ ദേവൻ. പിന്നെ ആഫ്രോഡൈറ്റ്, ഗോഡസ് ഓഫ് ലവ്. അതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവരുടെ സൊസൈറ്റിയും അപ്പം മതം ബേസ് ചെയ്ത് തന്നെ ആയിരുന്നു, കേട്ടോ. എങ്കിലും അവര് ചിത്രകലയും ശില്പകലയും ഒക്കെ ഉണ്ട് അവർക്ക്. ഓക്കെ. അപ്പോ പുതിയ ഈ കലാകാരന്മാര് പക്ഷെ എന്തുവാ ചെയ്തത്? അവര് നവോത്ഥാന കാലത്തെ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോട് ചിത്രീകരിക്കുക ചെയ്തത്. ഓക്കെ. പൂർണ്ണ സൗന്ദര്യത്തോടെ ഓരോ രൂപങ്ങളെ എനിക്ക് ഈ ഡേവിഡിന്റെ ഒക്കെ ഒരു ഞരമ്പ് വരെ കാണാമെന്നാ പറയുന്നത്, മൈക്കലാഞ്ചലോ സൃഷ്ടിച്ചേക്കുന്ന ശില്പങ്ങളെ. അപ്പം ആ ഒരു കലയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്, മതം സ്വാധീനമല്ല.
അപ്പൊ മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനത്തിന്റെ സ്രോതസ്സായിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ഈ നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ആയല്ലോ. ഇനി നമുക്കൊന്ന് റിവൈസ് ഓക്കെ. ചെയ്ത് പോവാം. അപ്പോ എന്താണ് ഈ മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് അനൂപേ? അല്ലേ? ഗീതുലക്ഷ്മി കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുതിയ ആളാ. കേക്കാം. ഓക്കെ, ഈ മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് ഗീതുലക്ഷ്മി? ഇടയ്ക്കാ വന്നേ അല്ലേ? മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അതെ ചിന്താധാര. അതെ അതെ, മനുഷ്യ കേന്ദ്രീകൃതമായിട്ട്, മതത്തിനേക്കാളും മറ്റു ഉപരി മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയുള്ള ഒരു ചിന്താരീതിയാ അല്ലേ അക്സ? അതെ. ഓക്കെ, അപ്പോ നമ്മള് എന്തായിരുന്നു അക്സ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് എന്തുവരെ നമ്മൾ പറഞ്ഞത്? 14-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ എന്തുവായിരുന്നു പറഞ്ഞത്? നമ്മൾ ക്ലാസിക്കൽ സംസ്കാരത്തെ പറ്റി പറഞ്ഞു. അതെ, ക്ലാസിക്കൽ സംസ്കാരം ഏതൊക്കെയാണ്? നമ്മുടെ റോമും ഗ്രീക്കും. പിന്നെ അവരുടെ കാലഘട്ടം പറഞ്ഞു കേട്ടോ, അത് നമുക്ക് നോക്കി വെച്ചേക്കാം. BC 12-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ഗ്രീക്ക്, 12 മുതൽ 4, 7-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ റോം. ഓക്കെ, അപ്പോ ഇവിടെ ഉടലെടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതിന്റെ സ്വാധീനം കൊണ്ട്? ഈ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഉടലെടുത്തു. ഏതൊക്കെയാണ്? മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, അതാണ് നമ്മളിപ്പോ പറഞ്ഞ മാനവികത. പിന്നെ മതേതര മൂല്യങ്ങളുടെ വ്യാപനം, മനുഷ്യരുടെ മാനവികത. നന്മയ്ക്ക് വേണ്ടിയുള്ള അങ്ങനത്തെ മൂല്യങ്ങളുടെ വ്യാപനം. പിന്നെ നഗരങ്ങള് അല്ലെ, ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ നഗര ജീവിതത്തിന്റെ ഇതിന്റെ വളർച്ച. വളർച്ച. പിന്നെ പണം അല്ലേ അനുവേ, അക്കൗണ്ടിങ് അല്ലേ, പണാധിഷ്ഠിത പണം ബേസ് സമ്പദ്ഘടന. ചെയ്തിട്ടുള്ള സമ്പദ്ഘടന. അതെ. പിന്നെന്താ? കച്ചവടം നല്ല ഡെവലപ്പായി. പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കിട്ടി. ഓരോ കൃതികൾ അവർ രചിച്ചെന്ന് പറഞ്ഞല്ലേ ഈ ചിന്തകന്മാര്, പ്രാദേശിക ഭാഷകളില്. അത് അതാണ്. പിന്നെ സാധാരണ ജനങ്ങളിൽ എത്തണമെങ്കിൽ അതെ, പ്രാദേശിക പ്രാദേശിക ഭാഷ ഭാഷ വേണം. തന്നെ പ്രചരിപ്പിക്കും. അതെ, പിന്നെന്തായിരുന്നു? അൽഫി പറയാവോ? വ്യക്തി സ്വാതന്ത്ര്യം. ഹലോ അൽഫി ഉണ്ടോ അവിടെ? മറ്റേതെല്ലാം പറയാവോ? നമ്മുടെ മറ്റു കാര്യങ്ങള്, ഫാക്ടേഴ്സ് പറയാവോ? യുക്തിചിന്ത. കലാശാസ്ത്ര രംഗത്തുണ്ടായ മാറ്റം. അതെ, കലാശാസ്ത്ര രംഗത്തുണ്ടായ മാറ്റങ്ങൾ. ശരി, അപ്പോ ഈ മാറ്റങ്ങളെയാണ് ചരിത്രകാരന്മാർ എന്ത് വിളിച്ചത്? മാനവികത എന്ന് വിളിച്ചു. അല്ല, റെനൈസൻസ്. മാനവികത മനുഷ്യ കേന്ദ്രീകൃതമായത് കാഴ്ചപ്പാട്. ഇതെല്ലാം കൂടെ നമ്മൾ വിളിച്ചതാണ് എന്ത്? ഓക്കെ. ഈ റിനൈസൻസ്, അതായത് നവോത്ഥാനം. ശരി, അപ്പൊ ഈ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? അവിടെ ഇതുപോലത്തെ ചിന്തകന്മാരാ ഉള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു, കുറെ ചിന്തകന്മാരുടെ കാര്യം പറഞ്ഞല്ലേ. ഇതൊക്കെ പഴയ ഗ്രീസിൽ ഉണ്ടായിരുന്നവരാ, അരിസ്റ്റോട്ടിലും പൈതഗോറസും ഒക്കെ. അപ്പോ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവുമായിരുന്നു നമ്മുടെ ഇറ്റലിയിലെ നഗരങ്ങള്. ഇവിടുത്തെ വ്യാപാരികള് ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുമല്ല, അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയ ബുക്ക് കീപ്പിംഗ് ഇതെല്ലാം ഇവിടാണ് കണ്ടുപിടിച്ചത്. അവര് ഫോളോ ചെയ്ത് വരുന്നതായിരുന്നു. ഈ കാണുന്ന മൊത്തം ഇറ്റലിയാണ്ടോ. ഇവിടെ ലൈഗൂറിയൻ കടല്, ഇവിടെ ടെറേനിയൻ കടല്, ഓപ്പോസിറ്റ് അഡ്രിയാറ്റിക് കടല് കണ്ടോ. ഈ മെഡിറ്ററേനിയൻ സോണാ കേട്ടോ. ഇവിടെ മൊത്തം ഈ ഇറ്റലിയുടെ ഇൻഫ്ലുവൻസാ. ഇറ്റലിയാണിത് ഈ കാണുന്ന നഗരങ്ങളാ അതെല്ലാം. മെയിൻ നഗരങ്ങൾ അപ്പൊ പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്, ഇതെല്ലാം അവിടുത്തെ മെയിൻ നഗരങ്ങളാണ്. അപ്പൊ 11-ാം നൂറ്റാണ്ടോട് തന്നെ യൂറോപ്പില് ഉണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അതൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അതേസമയം ഈ ഇറ്റലിയില് ഒരുപാട് കുടുംബങ്ങൾ ഉയർന്നു വന്നു. അനുവ ഏതൊക്കെയാണെന്ന് പറയാമോ? സമ്പന്ന വർഗമായിട്ട് വളർന്നു വന്നതാ കുറെ കുടുംബങ്ങൾ അല്ലെ.
അതെ. സൗണ്ട് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ടോ ഡോക്ടർ? എന്റെയാണോ? ഹലോ. സാറിന്റെ. ആ ഹാ ഹാ ഹാ. ഓ, എനിക്ക് മാത്രമാണോ ഇനി? മുമ്പേ നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഒന്ന് ക്ലിയർ ആയി. ഇപ്പോഴാണ് അനൂപിന്റെ എനിക്ക് ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങി. ചില ദിവസം ഇപ്പൊ അങ്ങനെ. ഡോക്ടറെ ബ്രേക്ക് ആവുന്നു. ഇപ്പൊ ഫുള്ള് എന്റെയും ഓക്കെ. പോയി. ഓക്കെ ഓക്കെ. അപ്പൊ ആ, ഏതൊക്കെയാണ് കുടുംബങ്ങൾ? ഏതൊക്കെയാ? മെഡിച്ചി, സ്പോർസ, പർണീസി, മെഡിci, ഒർസീനി, സ്പോൾസോ, പർമീസി, ഒർസീനി, വിസ്കോന്തി. വിസ്കോന്തി. ശരി. പിന്നെ അതിന്റെ നഗരങ്ങളും ഉണ്ട് കേട്ടോ. മിലാനില് സ്പോർസായും വിസ്കോന്തിയും മിലാനിലാണ്. ഓക്കെ. അപ്പോ കുരിശ് യുദ്ധങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ? കുരിശ് യുദ്ധങ്ങൾ, അതായത് ജെറുസലേമിനായിട്ട് ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുരിശ് യുദ്ധങ്ങൾ. ഇപ്പൊ ഈ കുരിശ് യുദ്ധം നടന്നപ്പോൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം അതിനുവേണ്ടി വഴി തെളിച്ചത്. അപ്പോ തുർക്കി അല്ലെ ഇസ്ലാമിക സാമ്രാജ്യം, പിന്നെ ബൈസന്റൈൻ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയായിട്ട് സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ ഇറ്റലിയിലോട്ട് വൻതോതിലാണ് സമ്പത്ത് ഒഴുകിയത്. അപ്പോൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ഇറ്റലി സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു കൂടുക. പക്ഷെ ആ സമയത്ത് എന്തോ പറ്റി? മഹാമാരി പിടിപെട്ടു. 14-ാം നൂറ്റാണ്ടിൽ മഹാമാരിയായ ബ്ലാക്ക് ഡെത്ത് പിടിപെട്ടു. 1347-നും 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്ത പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഏത് രോഗാണുവാണ്? ബാക്ടീരിയ, വൈറസ് ആണോ? എലിയുടെ ചെള്ള്. ബാക്ടീരിയ. അതെ, ചെള്ളിലുള്ള ഒരു ബാക്ടീരിയ കേട്ടോ, യെർസീനിയ പെസ്റ്റിസ്. ഓക്കെ, ബാക്ടീരിയ ആണ് ഉണ്ടാവുന്നത്. യെർസീനിയ പെസ്റ്റിസ് കേട്ടോ. യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കൊണ്ടു നടക്കുന്നത് എലികളാണ്. എലിയിലെ ചെള്ളുകളാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. ശരി. അപ്പൊ അതിലെന്തോ സംഭവിക്കുന്നേ? കറുത്ത കുമിളകള്, വീക്കം വരുക, ശരീരം മൊത്തം വീങ്ങിയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് കറുത്ത മരണം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ജനങ്ങളിൽ പൗരബോധം, ആത്മാഭിമാനം ഒക്കെ വളരാൻ തുടങ്ങി. അതായത് പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിക്കാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഓൾറെഡി ഈ ലാറ്റിൻ ഭാഷയിലൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടില് പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനം, പൗരാണികത, അതിലൊക്കെ ഓരോരുത്തർക്കും താല്പര്യം ജനിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ജനങ്ങൾ അവരുടെ നഗരം എന്തെങ്കിലും കലയുടെയോ സാഹിത്യത്തിന്റെയോ കേന്ദ്രങ്ങൾ ആയിട്ട് അറിയപ്പെടണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് രാജാക്കന്മാർ എന്തിനു മുൻകൈ എടുത്തു? ഈ പഴയ സംസ്കാരത്തിനെ ചേർത്ത് പിടിക്കാന് അവരെന്തോ അപ്പൊ ചെയ്തു? പുരോഹിതന്മാരെ കൊണ്ടൊക്കെ ഈ പഴയ ഓരോ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്ത് അതിനെ സംരക്ഷിക്കാനും പുതിയ കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിക്കാനും കലയും സാഹിത്യത്തിനെയും പ്രോത്സാഹിപ്പിക്കാനും രാജാക്കന്മാർ ശ്രമിച്ചു. അവരെന്തോ വിചാരിച്ചത്? യുദ്ധത്തിനേക്കാള് അവരെ ജനമനസ്സിൽ അനശ്വരമാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് അവർ വിചാരിച്ചു. ശരിയാ. സമ്പന്നരായ ആളുകൾ എന്തോ ചെയ്തു? അവരുടെ ദേവാലയങ്ങളെല്ലാം മൂടി പിടിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ മെയിൻ നഗരങ്ങൾ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ്, ഇവിടെയൊക്കെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് തന്നെ ആൾക്കാർ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ 1953 തുർക്കികൾ എന്ത് ചെയ്തു? നമ്മുടെ കിഴക്കൻ റോമിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പോള് പിടിച്ചെടുക്കുക. അപ്പൊ എന്തോ സംഭവിച്ചു? ഒരുപാട് ചിന്തകന്മാരൊക്കെ പലായനം ചെയ്തു അവിടുന്ന്. ചിലരൊക്കെ അവരുടെ കൈവശം ഉള്ളത് ഇതും കൊണ്ട് പോയി, ചിലരുടെ കയ്യിൽ അത് കാണത്തില്ല. അപ്പൊ അവരവിടെ വേറെ നാട്ടിൽ പോയിട്ട് അവരെ എഴുതി ഉണ്ടാക്കുക അവരുടെ ഓർമ്മയിൽ നിന്ന്. അങ്ങനെ ഗ്രന്ഥശാലകളിലേക്കൊക്കെ ഇത് കൊടുക്കാൻ തുടങ്ങി, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. അങ്ങനെ അപ്പൊ എന്താ പറ്റി? എല്ലാവർക്കും ഈ അറിവ് ലഭിക്കാനുള്ള കാരണമായി ഗ്രന്ഥശാലകളിൽ ഇത് കൊടുത്തപ്പോഴത്തേനും. ഓക്കെ, എല്ലാവർക്കും ഇത് ലഭിക്കുകയാണ്. പിന്നെ എന്തുവായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇവര് ഏത് തത്വശാസ്ത്രമായിരുന്നു ഫോളോ ചെയ്തതെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് ആദ്യമേ?
ഹലോ സ്കോളാസ്റ്റിസിസം. അതെ, സ്കോളാസ്റ്റിസിസം. അപ്പൊ ഈ തത്വശാസ്ത്രത്തില് അവര് വിജ്ഞാനവും അന്വേഷണവും ഒക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവര് പരലോകവാസവും ദൈവവിശ്വാസവും തന്നെ ആയിരുന്നു അവരും അതില് മെയിനായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി മനുഷ്യന്റെ യുക്തിചിന്തയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന മാനവികത എന്ന ആശയം രൂപീകരിക്കപ്പെടുക. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പരിവർത്തനമാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ചിന്തകന് അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടുകളൊക്കെ അറബികൾ വഴി യൂറോപ്പിലെല്ലാം പ്രചരിച്ചു. അപ്പോ ഈ ചിന്തകന്മാരുണ്ടല്ലോ, മാനവികതാവാദികളെ, ഹ്യൂമനിസം വാദിക്കുന്നവരെ പ്രാദേശിക ഭാഷയിലെ ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രം വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ ഇവർക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ പഴയ ഗ്രീക്കോ റോമൻ സംസ്കാരമായിരുന്നു. പക്ഷെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ഒരു വിഷയമുണ്ട്. എന്തുവാണ് ദൈവങ്ങൾക്ക് തന്നെ ദൈവങ്ങളുടെ ബേസ് അവരും ആ ഒരു സംസ്കാരം തന്നെ ആയിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ. പക്ഷെ നമ്മുടെ ഈ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാല് അന്നുള്ള മനുഷ്യരുടെ ജീവിതം അതൊക്കെയാണ് അവര് കൂടുതലായിട്ടും ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. സാഹിത്യത്തിൽ കൂടെ ആണെങ്കിലും ചിത്രകലയിൽ കൂടെ ആണെങ്കിലും ശില്പകലയിൽ കൂടെ ആണെങ്കിലും എല്ലാം. അപ്പോ ഇതെല്ലാം തന്നെ വിവിധ മേഖലകളിലെ മാറ്റത്തിനുള്ള ഒരു ഇതാവാൻ തുടങ്ങി, ഒരു പ്രചോദനമാവാൻ തുടങ്ങി. അപ്പൊ ഈ മാറ്റങ്ങളാണ് നമ്മൾ ഈ നവോത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആയല്ലോ. ശരി, ഇടയ്ക്ക് പോയായിരുന്നല്ലേ? ഇടയ്ക്ക് കട്ടായി നെറ്റിന്റെ. ശരി, അത് കുഴപ്പമില്ല. അപ്പൊ ഇത്രയും ആണല്ലോ. ഇനി എന്തേലും മറക്കുമോ ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞത്? വാക്കുകളെങ്കിലും ഓർത്തു വെച്ചാൽ മതി, പേരുകളെങ്കിലും. അപ്പൊ നാളെ നമ്മള് ട്യൂസ്ഡേ ബയോളജിയാ അല്ലേ പറഞ്ഞേക്കുന്നേ? ശരി, ഞാൻ ഇന്ന് ടൈം ടേബിൾ നമ്മുടെ ഗ്രൂപ്പിലെ ഇന്ന് ടൈപ്പ് ചെയ്തിടാം. ശരി, എക്സാം എന്ന് വേണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കൊരു എക്സാം ഒക്കെ ഇടാം. പോളായിട്ട് നോക്കട്ടെ. ബോട്ട് പോലെ ഇടുവോ ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ടല്ലേ? അപ്പൊ നമുക്ക് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഒരെണ്ണം കംപ്ലീറ്റ് ആയി. ഒരു ചാപ്റ്റർ ചെയ്യുന്നതനുസരിച്ച് ആ ചാപ്റ്ററിന്റെ ബോട്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം അത് ചെയ്യാം. ഇടയ്ക്ക് ഒരു ദിവസം ഇടാം. ഇത് റിവൈസ് ചെയ്യണം, അതാ മെയിൻ. പഠിക്കുന്നതെന്നല്ല, പഠിക്കുന്ന നമ്മൾ പഠിച്ചു പോകും. പക്ഷെ ഇതൊക്കെ മറക്കുന്ന കാര്യങ്ങളാ പിന്നെയും പിന്നെയും. ഈ കാര്യം ശരി അങ്ങനെയായാലും നമുക്ക് ചെയ്യാം. നമുക്ക് റിവൈസ് ചെയ്യണം, അതാണ് മെയിൻ. മറക്കരുത്. അപ്പൊ നാളെ നമുക്ക് ബയോളജി ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു.